കരതൊട്ട് അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ്. കിഴക്കൻ മഴവെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയർത്തിയിരിക്കുകയാണ്. കര തൊട്ടു തൊട്ടില്ല എന്ന നിലയിലാണ് നിലവിൽ മാവേലിക്കരയിലെ പ്രധാന ഭാഗങ്ങളിലൂടെയെല്ലാം അച്ചൻകോവിലാർ ഒഴുകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മഴ കനത്തതും കിഴക്കൻ മലയോര മേഖലകളിലും പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിലും അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. അച്ചൻകോവിലാറ്റിലെ വെള്ളത്തിന്റെ ഒഴുക്കും ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. കൊല്ലകടവ്, മാവേലിക്കര, ആറാട്ടുകടവ്, ചെന്നിത്തല, പള്ളിയോടക്കടവ്, വലിയ പെരുമ്പുഴ ഭാഗത്ത് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതും അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ശക്തമായ കുത്തൊഴുക്കാണ് ആറ്റിൽ അനുഭവപ്പെടുന്നത്. മാവേലിക്കരയും പരിസര പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക ഭീതിയിലാണ്. മഴ തുടർന്നാൽ മാവേലിക്കരയിലെ പ്രധാന തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ആറ് കരകവിഞ്ഞൊഴുകുമെന്ന അവസ്ഥയിലാണ്. ഇതോടെ തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലായിട്ടുണ്ട്. അച്ചൻകോവിലാർ ഒഴുകുന്ന 28ാം കടവിലും അച്ചൻകോവിലാറിന്റെ കൈവഴിയായ കരിപ്പുഴത്തോട്ടിലും കരിപ്പുഴ പാലത്തിന്റെ സമീപവും പോളയും ചപ്പും മുളകളും ഒഴുകിവന്ന് അടിഞ്ഞുകൂടിയത് കാരണം കരിപ്പുഴത്തോടിൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. പ്രദേശങ്ങൾ മന്ത്രി എം ലിജു സന്ദർശിച്ചു. നീരൊഴുക്ക് ശക്തമാക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. കരിപ്പുഴ തടയണയ്ക്ക് സമീപം കരയുടെ ഇരുവശത്തുമുള്ള മരങ്ങൾ വെട്ടിമാറ്റാനും നീരൊഴുക്ക് തടസ്സം നീക്കം ചെയ്യാനും ഇറിഗേഷൻ വകുപ്പിനും ചേപ്പാട്, കണ്ണമംഗലം, പള്ളിപ്പാട് വില്ലേജ് ഓഫീസർക്കും ചെട്ടികുളങ്ങര, ചേപ്പാട്, പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. നൂറനാട്, ആറ്റുവ, തഴക്കര, ഇരട്ടപ്പാളിക്കൂടം എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളിലെ 23 പേരാണുള്ളത്. ഇതിൽ 2 കുട്ടികളുമുണ്ട്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ ആവശ്യമായ പ്രദേശങ്ങളിൽ അടിയന്തരമായ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു.